ആളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വന്നപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് വേണ്ടി വന്നു. കാരണം ഞാനൊരു മ്യൂസിക്കൽ ഫാമിലിയിൽ നിന്നും വരുന്ന ആളല്ല. അദ്ദേഹമാണെങ്കിൽ അവർ പാരമ്പര്യമായിട്ട് തന്നെ മ്യൂസിക് ഫീൽഡിലുള്ളവരാണ്. മുത്തശ്ശനായിട്ടും അമ്മാവനായിട്ടും അങ്ങനെയുള്ളവരാണ്. അപ്പം അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ട്രാവലായാലും അവരുടെ ഈവൻ ഉറങ്ങുന്നതും എഴുന്നേക്കുന്ന നേരം മുതൽ ഭക്ഷണം കഴിക്കുന്ന മുതലൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപാട് പല സമയത്തും കൂടെ ട്രാവൽ ചെയ്യിച്ചു കൊണ്ടുപോയി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ഇങ്ങനെയാണ് ട്രാവൽ, ഇങ്ങനെയാണ് പ്രോഗ്രാം. ഞാനും അതിനുശേഷം ഗ്രാജുവലി അതിനെപ്പറ്റി മനസ്സിലാക്കുകയും കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത് ആള് പറയട്ടെ. എത്രത്തോളം ലക്ഷ്മി ബാലഭാസ്കറിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു? ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? അയ്യോ, ഒരുപാട്. ഈ ആൾ പറഞ്ഞ പോലെ ഒട്ടും മ്യൂസിക്കലി പരിചിതമല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ആൾ എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. ആൾ ആദ്യം കാണുന്ന മ്യൂസീഷ്യൻ ഞാനാണ്. അപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇൻറ്റു മ്യൂസിക്കുമാണ്. അപ്പോൾ പൊതുവേ അറിയാമല്ലോ, കലാകാരൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വട്ടായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചേറെ വട്ട് മൂത്തിട്ടാണ് ഞാൻ കലാകാരനായതെന്ന് തോന്നുന്നു. അത്രയ്ക്ക് വട്ടാണ് എനിക്ക്. എന്തോ കൂട്ടിച്ചേർക്കാൻ വേണ്ടി നിൽക്കുന്നു. ഒരട്ടെ കൂട്ടിച്ചേർക്കും പറഞ്ഞത് പോരാന്ന് പറയുന്നു. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ബാക്കിയുണ്ട്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഭയങ്കര എക്സ്ട്രീംസ് ആണ്. എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മറ്റാർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ എക്സ്ട്രീംസ്. അതിപ്പം മൂഡ് ഔട്ട് ആയാലും ഹാപ്പി ആകുന്നതായാലും പെട്ടെന്ന് എക്സൈറ്റഡ് ആകുന്നതായാലും മ്യൂസിക്കിൽ പ്രാക്ടീസിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും മൂഡ് ഔട്ട് ആയാലും എല്ലാത്തിൻ്റെയും എക്സ്ട്രീംസ് നമുക്ക് കാണണമെങ്കിൽ ആളെ നോക്കിയാൽ മതി. എക്സ്ട്രീമാണ് ബാലഭാസ്കർ. അങ്ങനെ ഭയങ്കര സ്വിംഗ് ഉള്ള ആളാണോ? ഒരുപാട് സീരിയസ്ലി സിവിയർ സ്വിങ്സ്. ഭീകരമായ പീഡനത്തിലൂടെയാണ് ലക്ഷ്മി കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അല്ലേ? മാനസിക പീഡനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2 മണി ഒരുപാട് ആൾക്കാർ അയ്യോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഭാഗ്യവതിയാണ്, ഭർത്താവായിട്ട് നിങ്ങളെ കിട്ടിയാലോ, നിങ്ങൾ എന്താണ് ദൈവത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു പക്ഷേ 1.5-2 മണിക്കൂർ എന്നെ സ്റ്റേജിൽ കാണുന്ന ആളല്ല ഞാൻ. അതുപോലെ അല്ല എൻ്റെ കൂടെ 15 വർഷമായി ഇപ്പോൾ എൻ്റെ കൂടെ ആൾ എൻ്റെ കൂടെ ജീവിക്കുകയാണ്. ചിരിച്ച് കളിച്ച് ജോവിയലായിട്ട് ബാലഭാസ്കർ ജനങ്ങളെ ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലാണ് സ്വഭാവം മാറുന്നത്. മനഃപൂർവ്വം അല്ല കേട്ടോ. എനിക്ക് സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് വളരെ സെൻസിറ്റീവാണ്. വളരെ സ്റ്റേജിൽ നിന്നിട്ട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിരുന്നിട്ടുണ്ട്. അത് ഇത്രയും സഹിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. എങ്ങനെയായിരുന്നു കല്യാണം? അടിച്ചോണ്ട് പോയി. കോളേജിൽ നിന്ന് അടിച്ചോണ്ട്. കോളേജിൽ നിന്ന് എങ്ങനെ? ആരാണ് അതിൻ്റെ? കോളേജിൽ നിന്ന് ഹനുമാനും ലക്ഷ്മണനൊക്കെ മാറി. ഈ പറഞ്ഞ കൺഫ്യൂഷൻ ടീമുണ്ടല്ലോ ഞങ്ങളുടെ ബാൻഡ്, ആലമ്പ് ടീമായിരുന്നു. അയ്യോ കൊള്ളാം, അവർ ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ ജോയ് ആ ടീമൊക്കെ. പിന്നെ എൻ്റെ ഒരു ട്യൂഷൻ സാറുണ്ട്, വിജയമോഹൻ സാർ എന്ന് പറഞ്ഞിട്ട്. നല്ല അധ്യാപകൻ. ഓക്കെ. പക്ഷെ അത് നന്നായിട്ട് പ്രൂവ് ആയില്ലേ ഇപ്പോൾ? ഇങ്ങനെ ആയിരിക്കണമായിരുന്നു. ഓക്കെ. എന്നിട്ട് പക്ഷെ അദ്ദേഹം ഭയങ്കര മോൾ സപ്പോർട്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ വരുമ്പോൾ സമയമൊക്കെ വളരെ രഹസ്യമാക്കി വെച്ചു അല്ലേ? അതൊക്കെ പെട്ടെന്ന് എടുത്ത തീരുമാനം. എൻ്റെ ലൈഫിലെ മിക്കവാറും എല്ലാം അങ്ങനത്തെ ഇൻസ്റ്റന്റ് ആണ്. പെട്ടെന്ന്. ഓക്കെ. അങ്ങനെ അവളെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കുന്നു. 3:30 വിചാരിക്കണു, 5:30 ഇറങ്ങണം. എന്നിട്ട് എങ്ങോട്ട് പോയി? എന്നിട്ട് നേരെ ഞങ്ങൾ അന്ന് വിജയമോഹൻ സാറിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ നിന്ന് രാവിലെ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നു, കല്യാണം കഴിക്കുന്നു. അച്ഛനെ ഞാൻ വിളിച്ച് പറയുന്നു, ഐ ആം ഗെറ്റിംഗ് മാരീഡ്, ഐ ഗോട്ട് നോ അതർ ചോയ്സ്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിക്കുകയാണെന്ന് പറയണം. അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് എറണാകുളത്തെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ്. അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട്
ഒരാഴ്ച 2 ആഴ്ച അടുപ്പിച്ച് ഞങ്ങൾ താമസിക്കുന്നു, തിരിച്ച് വരുന്നു. തിരിച്ച് ട്രിവാൻഡ്രം വരുന്നത് മുതൽ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ട്രാക്കിൽ നിന്ന് തെറ്റി വേണമെങ്കിൽ ഒന്ന് സ്കിഡ് ചെയ്യുന്ന ഒരു ഘട്ടങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാകാം. താങ്കളെപ്പോലെ എക്സ്ട്രീം മൂഡ് സ്വിംഗ് ഉള്ള ആൾ, പിന്നെ കലാകാരന്മാർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ, പിന്നെ പ്രായത്തേക്കാൾ കൂടുതലുള്ള ചെറുപ്പം, ഈ ഘട്ടത്തിലൊക്കെ ലക്ഷ്മി ഒരു കൈത്താങ്ങായിരുന്നു. എപ്പോഴുമാണ് നല്ല ചില സമയത്ത് ചെവിക്ക് പിടിച്ചു. ഇല്ല, അതാണ് ഞാൻ അവളിൽ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡും അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും കംഫർട്ട് ലെവൽ അവിടെയാണ് ലക്ഷ്മിയായിട്ട്. ഞാൻ എതുവരെ പോകുമെന്നും ഞാൻ ഇതുവരെ നിൽക്കുമെന്നും അവൾക്ക് നന്നായി അറിയാം. എത്ര SMS വരെ ബാലഭാസ്കർ അയക്കുമെന്നും എത്ര SMS വരെ ബാലഭാസ്കറിന്റെ ഇൻബോക്സ് കിട്ടുമെന്നും ആ SMS കണ്ടന്റ് എന്തായിരിക്കും നന്നായിട്ട് അറിയാം. ലക്ഷ്മിക്ക് അറിയാം അല്ലേ? എത്ര അയച്ചാലും ഇവന് അയക്കാൻ അറിയാവുന്ന വെക്കാബുലറി ഇത്രയേ ഉള്ളൂ. ഇതുവരെയൊക്കെ പോകുന്ന പിന്നെ പോയാലും തിരിച്ചു വരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആരെങ്കിലും ഒരു വള്ളി കെട്ടി വിട്ടിരിക്കുക അല്ലേ? പൊക്കോടാ പൊക്കോ നീ വരും. അവസാനത്തെ വലി എൻ്റെയാണെന്നുള്ളതാണ്. അതെ.